ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. പരസ്യ പ്രചാരണം അവസാനിപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മതം പറഞ്ഞ് വോട്ട് പിടിക്കാനുള്ള വർഗീയ പ്രസംഗവുമായി കാട്ടാക്കട എൻഡിഎ സ്ഥാനാർത്ഥി പി.കെ. കൃഷ്ണദാസ്. എൽഡിഎഫ് യുഡിഎഫ് സർക്കാർ വന്നാൽ പെൺകുട്ടികളെ ലവ് ജിഹാദിന്റെ ഭാഗമാക്കുമെന്നാണ് വിവാദ പരാമർശം. ഹിന്ദു ക്രൈസ്തവ കുടുംബങ്ങളിലുള്ളവർ സൂക്ഷിക്കണം. പാക് അനുകൂല സംഘടനകളുമായാണ് ഇവർക്ക് ബന്ധമെന്നും പി.കെ. കൃഷ്ണദാസ് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പറഞ്ഞു. പാകിസ്ഥാൻ അനുകൂല ദേശവിരുദ്ധ സംഘടനകളായിരിക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റിനെയും കോൺഗ്രസ് ഗവൺമെന്റിനെയും നിയന്ത്രിക്കാൻ പോകുന്നത്. ഇവിടെ ഹിന്ദു വീടുകളിലുള്ള ക്രൈസ്തവ വീടുകളിലുള്ള പെൺകുട്ടികളെ പ്രണയം നടിച്ച് ലവ് ജിഹാദിന്റെ പേരിൽ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് റിക്രൂട്ട് ചെയ്യിപ്പിക്കുക, ഇതായിരിക്കും കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് നാം അനുവദിക്കണമോ എന്ന് ഈ നാട്ടിലെ വോട്ടർമാർ ചിന്തിക്കണമെന്നുള്ളതാണ് എൻഡിഎക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു ഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമി, മറുഭാഗത്ത് SDPI. ഇത് രണ്ടും പ്രിയമുള്ളവരെ രാജ്യദ്രോഹ സംഘടനകളാണ്, പാക് അനുകൂല സംഘടനകളാണ്. ഈ രണ്ട് സംഘടനകളുമായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സഖ്യവും സഹകരണവും ഉണ്ടാക്കിയത്. പി.കെ. കൃഷ്ണദാസ് വിവരങ്ങളുമായി പി.കെ. കൃഷ്ണദാസാണ് ഈ പരാമർശം നടത്തിയത്. ടി.വി. പ്രസാദാണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. ടി.വി. പ്രസാദ്, ഇപ്പൊ പി.കെ. കൃഷ്ണദാസ് നോക്കൂ, തിരുവനന്തപുരത്ത് മാത്രം ഇത് രണ്ടാമത്തെ തവണയാണ് ഈ ലവ് ജിഹാദിന്റെ പരാമർശം ഉണ്ടാകുന്നത്. ശ്രീലേഖയുടെ ഭാഗത്തുനിന്ന് ആദ്യം ഉണ്ടാകുന്നു, അവസാനം പി.കെ. കൃഷ്ണദാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഇങ്ങനെ ഇവിടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മറ്റ് സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരത്തിൽ പാക് പിന്തുണയോട് കൂടിയുള്ള തീവ്രവാദ പരിവേഷമുള്ള തീവ്രവാദ സംഘടനകൾ അഴിഞ്ഞാടുകയാണെങ്കിൽ അതിന് ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന് ഉണ്ടാകണമല്ലോ സ്വാഭാവികമായും. മധു, അത് തന്നെയാണ്. ഇത് വർഗീയ കാർഡ് ഇറക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയേണ്ടിയിരുന്നത്. അതായത് മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് എങ്ങനെയാണോ അത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ പി.കെ. കൃഷ്ണദാസിന്റെ ഈ പ്രസംഗത്തിൽ ഉണ്ടായത്. ഈ പ്രസംഗത്തിന്റെ പ്രത്യേകത, ഇത് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്ത യോഗത്തിൽ സ്ഥാനാർത്ഥിയായ കാട്ടാക്കടയിലെ എൻഡിഎ സ്ഥാനാർത്ഥിയായ പി.കെ. കൃഷ്ണദാസാണ് ഇക്കാര്യം പറയുന്നത് എന്നുള്ളതാണ്. വളരെ കൃത്യമായി അത് കേട്ടാൽ മനസ്സിലാകും. മതം പറഞ്ഞുകൊണ്ടുള്ള വോട്ട് പിടുത്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇവിടെ LDFO UDFO ആണ് സർക്കാരായി വരുന്നതെങ്കിൽ ഈ കേരളത്തിലെ ഹിന്ദുക്കളുടെയും ക്രൈസ്തവരുടെയും കുടുംബങ്ങളിലെ പെൺകുട്ടികളെ അവരെ ലവ് ജിഹാദാക്കി മാറ്റിക്കൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് കൊണ്ടുപോകും എന്ന് പറയുന്നതിലൂടെ വളരെ കൃത്യമായി പി.കെ. കൃഷ്ണദാസ് ഉദ്ദേശിക്കുന്നത് വർഗീയ കാർഡ് ഇറക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് ഇവിടുത്തെ STPയും ജമാഅത്തെ ഇസ്ലാമിയെയും പോലെയുള്ള സംഘടനകൾ അത് പാക് അനുകൂല സംഘടനകളാണ്. പാക് അനുകൂല സംഘടനകളുമായി ബന്ധമുള്ളവരെ ചേർത്താണ് ഇവിടുത്തെ LDFും UDFും നിൽക്കുന്നത് എന്നുള്ളതാണ് ഉയർത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വാദം. ഇത് ഈ തെരഞ്ഞെടുപ്പ് സീസണിൽ ഒരു BJP നേതാവ് അതല്ലെങ്കിൽ ഒരു BJPയുടെ സ്ഥാനാർത്ഥി നടത്തിയ പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത തുളുമ്പുന്ന പ്രസംഗമായി കാണണം മാധു. കാരണം ഇങ്ങനൊരു പ്രസംഗം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഈ ലവ് ജിഹാദ് തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചർച്ച അത് വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥി ശ്രീലേഖയുടെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ശ്രീലേഖയോട് ആ കാര്യം ചോദിക്കുമ്പോൾ അത് ഞാനായി പറഞ്ഞതല്ല, ഞാനായി അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ രംഗത്തേക്ക് കൊണ്ടുവന്നതല്ല, എന്നോടുള്ള ചോദ്യത്തിന് മറുപടി എന്ന നിലയ്ക്കാണ്. പക്ഷേ ഇതൊരു പൊതുവേദിയിൽ നിർബന്ധ ബുദ്ധിയോടുകൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി സ്വന്തം താല്പര്യപ്രകാരം പ്രഖ്യാപിക്കുന്ന കാര്യമാണ്. ഉറപ്പായും അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് മാധു. അതായത് ഇന്നലെ ഇലക്ഷൻ എക്സ്പ്രസിൽ ഡോക്ടർ അരുൺ ശ്രീലേഖയോട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത തേടിയിരുന്നു. എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ലവ് ജിഹാദ് മുന്നോട്ട് വെച്ചത് എന്ന് ചോദിച്ച സമയത്ത് അത് താൻ സ്വയം പറഞ്ഞതല്ല, ഒരു ചോദ്യത്തിന്റെ മറുപടിയായി പറഞ്ഞതാണ്. അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നു തന്നെയാണ് ശ്രീലേഖ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ മാധു പറഞ്ഞതുപോലെ ഇത് NDAയുടെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗങ്ങളിലൊന്ന്. അതായത് ആ കാട്ടാക്കട മണ്ഡലത്തിൽ അമിത്ഷാ പങ്കെടുക്കുന്ന, കേന്ദ്ര ആഭ്യന്തരമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ആയിരക്കണക്കിന് BJP പ്രവർത്തകരെ സാക്ഷി നിർത്തിയാണ് ഈ വർഗീയ കാർഡ് ഇറക്കിയത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം മാധു, തിരുവനന്തപുരത്ത് അതിശക്തമായ ത്രികോണ മത്സരം ഒന്നാണ് കാട്ടാക്കട. തിരുവനന്തപുരത്തെ നേമത്തും വട്ടിയൂർക്കാവിലും അതുപോലെ കഴക്കൂട്ടത്തും പോലെ തന്നെ അതിശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ അവിടുത്തെ സ്ഥാനാർത്ഥിയായ
PK കൃഷ്ണദാസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മറ്റുള്ളവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി ഉയർത്തുമോ എന്ന കാര്യം അറിയില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ ഉയർത്തിയിരിക്കുന്ന വിവാദം അത് കുറച്ച് തീവ്രമാണ്. തീർച്ചയായും മതവിദ്വേഷ പ്രസംഗമാണ് കൃഷ്ണദാസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നതിൽ സംശയമില്ലാത്ത കാര്യമാണ്. മാത്രമല്ല ഇതേ അമിത്ഷാ പാർലമെന്റിൽ വ്യക്തമാക്കിയതാണ് കേരളത്തിൽ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അതേ വേദിയിൽ വെച്ച് എങ്ങനെയാണ് ഒരു സംസ്ഥാന നേതാവിന് ഇക്കാര്യം പരാമർശിക്കാൻ കഴിയുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ്.